അപ്പോൾ ഇങ്ങനത്തെ ഈ എക്സർസൈസുകൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം തോന്നി. കാരണം എൻ്റെ ഈ ഏജ് 71 വയസ്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ടിരിക്കുമ്പം ഒരു 40 വയസ്സ് 50 വയസ്സുള്ളവരൊക്കെ ചെയ്യുമ്പം കാണുന്ന ഇഫക്റ്റ് ഒന്നും 70 വയസ്സുള്ളവർക്ക് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ചെറിയ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഏജ് ആകുമ്പോഴേ അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് 71 ആകുമ്പോഴത്തേന് നമ്മുടെ ലാഫ് ലൈൻസും എല്ലാം ഒത്തിരി കുറവുള്ളതായിട്ട് വരും. ഇതൊക്കെ ലേറ്റ് ആയിട്ട് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഒന്നും ഇഫക്റ്റ് വരുമല്ലോ കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത ഫേസ് യോഗ ഒക്കെ എന്താണെന്നൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ട്രൈ ചെയ്തെന്നാൽ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ഇനി നഷ്ടമൊന്നും വരത്തില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ അത്രയും ഒന്ന് നമ്മളൊരു 10 മിനിറ്റ് നേരം നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ് വരുന്നത്. ഓ, ഐ ഡിഡ് സംതിങ് ഫോർ മീ. അതാണ് സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് ലവ്. അപ്പം അതായിട്ട് തന്നെ നമ്മൾ നല്ലപോലെ മോയ്സ്ചറൈസർ തേക്കണം കേട്ടോ. നമ്മൾ ഫേസ് യോഗ ഒക്കെ ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫേസ് നല്ലപോലെ ഇത് ചെയ്തിട്ട് വേണം ചെയ്യുക. ഇതിനകത്ത് ഒരു യോഗ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട്, കാരണം ഇങ്ങോട്ടല്ലേ തൂങ്ങുന്നത്. അപ്പം ലാഫ് ലൈനൊക്കെ പോകാനായിട്ടൊക്കെ ഒരു ഫേസിന് ഒരു നല്ല ഒരു ഇത് വരാനായിട്ട് സാധിക്കും. അപ്പം അത് കൈ കൊണ്ട് ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് അപ്പം മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കണം. 1 2 അത് 10 പ്രാവശ്യം ചെയ്യണം. 1 2 3 4 5 6 7 8 9 10. അപ്പം അങ്ങനെ ചെയ്യുമ്പം തന്നെ നമ്മുടെ മുഖത്തിന് അവിടെ ഒരു ചുവപ്പ് വരും കേട്ടോ. അതുപോലെ തന്നെ പിന്നെ മറ്റേ സൈഡും വെക്കണം. അപ്പോൾ ഇങ്ങനെ പോയിട്ട് ഈ കൈ കൊണ്ട് 1 2 3 4 5 6 7 8 9 10 10 പ്രാവശ്യം ചെയ്താൽ മതി. ഒത്തിരി അമക്കിയൊന്നും വേണ്ട. എന്നാൽ ഒരു ചെറിയൊരു പ്രഷർ കൊടുത്തിട്ട് ചെയ്യണം. അപ്പം അതൊന്ന് കേട്ടോ. പിന്നെ ഈ 3 വിരൽ നമ്മുടെ വായിലോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വായ അങ്ങോട്ട് വീർപ്പിക്കണം. ദൈവ് പോലെ. അപ്പം നമ്മളിങ്ങനെ പ്രഷർ അങ്ങോട്ട് കൊടുക്കണം. പ്രഷർ കൊടുക്കുന്നതനുസരിച്ച് നമ്മൾ അങ്ങോട്ട് വീർപ്പിക്കുമ്പോഴേ തന്നെ നമുക്ക് ആ പ്രഷർ നമ്മുടെ കയ്യിൽ അനുഭവപ്പെടും കേട്ടോ. അതൊരു 10 പ്രാവശ്യം ചെയ്യണം അങ്ങനെ. പിന്നെ എപ്പോഴും മുഖത്ത് ക്രീം ഇടുമ്പോഴോ എല്ലാം ചെയ്യുമ്പോഴത്തേനും നമ്മളിത് മുകളിലോട്ടേ ഇടാവുള്ളൂ കേട്ടോ. കീഴോട്ട് ഇങ്ങനെ വലിക്കും തോറും നമുക്ക് തൂങ്ങിപ്പോകും. അതുകൊണ്ട് അത് മുകളിലോട്ട് മാത്രമേ അങ്ങനെ ഇടാവുള്ളൂ. ഇതൊക്കെ ഇടുമ്പോഴും മേക്കപ്പ് ഇടുമ്പോഴും എല്ലാം അങ്ങനെ ഇടാവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ നെറ്റിയിൽ ചുളിയുള്ള വരയുണ്ട്. ഇങ്ങനെ അല്ലേ, ഇങ്ങനെയുള്ള വര വരുമ്പം അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വേണം ഇങ്ങനെ തൂക്കണം. അതൊരു 10 പ്രാവശ്യം ചെയ്യണം. ഇത് യൂട്യൂബിൽ കണ്ട കാര്യങ്ങളാണ്. ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇഫക്റ്റായിട്ട് തോന്നിയതാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ ജോ ലൈനൊക്കെ കൂടെ വരാനായിട്ട് അതെ ഈ 2 വിരലുകളുണ്ടല്ലോ, ഇതിങ്ങനെ നമ്മുടെ താഴോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുവരണം. അതും 10 പ്രാവശ്യം. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇവിടെയെല്ലാം നമ്മുടെ ലിംഫ് നോഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ ഇങ്ങനെ വന്നിട്ട് അവിടുന്ന് പിന്നെ നമ്മുടെ കീഴോട്ട് ഇങ്ങനെ പോരും. അപ്പം അത് 10 പ്രാവശ്യം ചെയ്യണം. ചെറുതായിട്ടിരിക്കുമ്പം ഒരു 40 വയസ്സ് 50 വയസ്സുള്ളവരൊക്കെ ചെയ്യുമ്പം കാണുന്ന ഇഫക്റ്റ് ഒന്നും 70 വയസ്സുള്ളവർക്ക് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ചെറിയ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഏജ് ആകുമ്പോഴേ അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് 71 ആകുമ്പോഴത്തേന് വളരെ നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഫേസ് യോഗ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലാഫ് ലൈൻസും എല്ലാം ഒത്തിരി കുറവുള്ളതായിട്ട് വരും. ഇതൊക്കെ ലേറ്റ് ആയിട്ട് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഒന്നും ഇഫക്റ്റ് വരുമല്ലോ കേട്ടോ. ഒരു എക്സർസൈസ് കൂടെ ഉണ്ട്. നമ്മളിങ്ങനെ നമ്മുടെ ഈ അപ്പർ ലിപ്പ് വന്നിട്ട് നമ്മൾ പല്ലങ്ങോട്ട് കവർ ചെയ്യണം. എന്നിട്ട് നമ്മൾ ചിരിക്കണം.
ഈ ലിപ്സ് മാറാതെ നമ്മൾ ചിരിക്കണം. ദാ ഇതുപോലെ. ഈ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തോട്ട് നോക്കിയാൽ നമുക്കൊരു വൃത്തികേട് തോന്നും അല്ലേ, കണ്ണാടി നോക്കിയെന്നാ. അതൊന്നും സാരമൊന്നുമില്ല. പക്ഷെ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഈ മസിൽസിനെ നല്ല പോലെ ഒരു സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാം നമ്മുടെ കൈക്കും ഒക്കെ ഉള്ള ഒരു മസിലൊക്കെ വരാനായിട്ട് നമ്മൾ എക്സർസൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനൊക്കെ ഉള്ളൊരു ദൃഢത വരുള്ളൂ അല്ലേ. വയറ് കുറയ്ക്കാനായിട്ടും എല്ലാം നമ്മൾ എക്സർസൈസ് ചെയ്യുകയല്ലേ. അപ്പം ഫേസിനും ഇതുപോലെ എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ശരിക്കും ആ പേശികൾക്കും ശരിക്കും ഒരു ഇഫക്റ്റ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നേരത്തെ തന്നെ തുടങ്ങണം. 70 വയസ്സായിട്ട് തുടങ്ങാമെന്ന് വെച്ചുകൊണ്ടിരിക്കരുത്. പക്ഷേ 70 വയസ്സായിട്ടുള്ളവരും ഒന്ന് ചെയ്ത് നോക്കാൻ ഇഫക്റ്റ് വരും. എനിക്കൊരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. മറ്റേ എനിക്ക് കുറെ കൂടെയൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടന്നു, അത് ഇച്ചിരി കുറഞ്ഞ പോലെ തോന്നിട്ടുണ്ട്. മുഴുവനൊന്നും പോയില്ല. ഇതൊക്കെ നേരത്തെ തൊട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പത്മാസനത്തിലൊക്കെ നേരത്തെ ഇരിക്കുന്നവരാണെങ്കിലേ എന്തോ ഒരു ഈസിയായി ഇരിക്കാൻ. 70 അല്ല 100 വയസ്സാണെങ്കിലും ഇരിക്കാൻ പറ്റും. പക്ഷെ നേരെ മറിച്ച് നമ്മളത് 70ാമത്തെ വയസ്സിൽ പത്മാസനത്തിൽ ഇരിക്കാൻ പോയെന്നാൽ ഒരു രക്ഷയില്ല, വരത്തില്ല. അതിനൊക്കെ ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ടാകും. അപ്പം നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയ ഹെവി മേക്കപ്പിൻ്റെ ആവശ്യം വരികയില്ല. കാരണം നമ്മുടെ സ്കിന്നും ഇതിൻ്റെ എല്ലാം ടോണും ആ ലാഫ് ലൈൻസും ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ചെറിയ ഒരു മോയ്സ്ചറൈസറും ചെറിയ ലിപ്സ്റ്റിക്കും ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് സുന്ദരിയാകാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ മേക്കപ്പ് ഇടുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ എല്ലാവരും മേക്കപ്പ് ഇടാനായിട്ട് പഠിക്കണം. ഇച്ചിരിയൊക്കെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്യിക്കുമ്പോൾ നമ്മൾ നല്ല ഡീസൻ്റ് ആയിട്ടും നല്ല ഇതായിട്ടും വേണം ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരുങ്ങാൻ ഇഷ്ടമുള്ളവർ ചെയ്യണം. പക്ഷെ എന്നതാന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇപ്പം മേക്കപ്പ് ഒന്നും ഇടുകയില്ലാത്തവർക്കും അവനവൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റായിട്ട് അവർക്ക് സുന്ദരിയായിട്ട് ഇരിക്കാൻ ആഗ്രഹമില്ലെന്നൊന്നും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. എല്ലാ സ്ത്രീക്കും എല്ലാ പുരുഷനും സൗന്ദര്യം വർദ്ധിപ്പിച്ച് തന്നെ കാണാനാണ് ഇഷ്ടം അല്ലേ. അത് തെറ്റല്ല. അപ്പം എല്ലാവരും ഈ യോഗ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. 21 ഡേയ്സ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വ്യത്യാസം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വ്യത്യാസം വന്നു കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വ്യത്യാസം വന്നു. ഞാനിപ്പം മിസ്സസിൻ്റെ ആയി വന്നു കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് ഒട്ടും സമയം കിട്ടിയില്ല. ഞാനിതെല്ലാം അങ്ങ് ഉപേക്ഷിച്ച് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ പിന്നെയും ഇതൊക്കെ ഒന്ന് ചെയ്തതാണ്. കാരണം എനിക്ക് ഒരുപാട് ബിസി ആയിപ്പോയി. അതുകൊണ്ട് എനിക്കിതിനൊന്നും സമയം കിട്ടിയില്ല. പക്ഷെ നമ്മൾ നമ്മുടെ പേർക്കുള്ള സമയം കണ്ടെത്തണം എങ്ങനെയാണ്. അപ്പോൾ നിങ്ങളൊരു 21 ഡേയ്സിന് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോയെന്നൊന്ന് പറയണേ.